എപ്പോഴും കളങ്കം ഉണ്ടാകരുത്. നിങ്ങളുടെ നിയോഗത്തിൽ കളങ്കം ഉണ്ടാകരുത്. ദൈവത്തിൽ നിരക്കാത്ത നിയോഗങ്ങൾ സ്വീകാര്യമല്ല. പല ഉടമ്പടി എടുത്താൽ പോകാത്തതിൻ്റെ കാര്യം ദൈവത്തിൽ നിരക്കാത്ത നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യവും അത് മറ്റുള്ളവർക്ക് എന്തിനാണ് ഈ മുത്തമകളെ കൊണ്ടുവന്ന് അരികെ താമസിക്കുന്നത് എന്തിനാണെന്നറിയാവോ? കൂടെ താമസിക്കുന്ന മരുമകൾക്ക് പണി കൊടുക്കാനാണേ. അതാണ് വിഷയം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ തന്ത്രവും കുതന്ത്രവും പിടിച്ച സാധനമാണ്. അതുകൊണ്ടല്ലേ ഈ പരിശുദ്ധ കുർബാനയൊക്കെ ചെല്ലുമ്പോൾ ചില വലിയമ്മമാർക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ ഇറങ്ങാത്തതിൻ്റെ കാര്യം എന്താ? ഇറങ്ങിയിട്ട് കാര്യമില്ലെന്ന് കർത്താവിന് തന്നെ അറിയാം. ഈ പിശാചിനകത്തോട്ട് കയറിയിട്ട് കാര്യമില്ലെന്നറിയാം. ആ സാധനം അങ്ങനെ കിടന്ന് ചത്തുപോകും. അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. ശരിക്കും പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരും തൻ്റെ തിരുസന്നിധിയിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുക. എടുത്ത് തെക്കോടൊപ്പം ശ്രുതികട ഹല്ലേലൂയ 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 ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്തൊരു ആഴമുള്ള വചനമാണെന്ന് നോക്കിയേ. ഒന്നിനു പറഞ്ഞ് തന്റെ മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുന്നേ തന്നെ അവിടുന്ന് നമ്മളെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. അപ്പം ക്രിസ്തുയേശു തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? യഹൂദന്മാരെയാണ്? അല്ല, ക്രിസ്ത്യൻസിനെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാരാണ്? ദൈവദർശനത്തിൽ ആരായിരിക്കണം? തൻ്റെ മുമ്പാകെ പരിശുദ്ധരായിരിക്കണം. പിന്നെ ആരാണ്? കാപട്യം ഉണ്ടാവരുത്, നിഷ്കളങ്കരായിരിക്കണമെന്നാണ്. ഇപ്പം ദൈവത്തിന് നിരക്കാത്ത, ദൈവസ്നേഹത്തിന് നിരക്കാത്ത എല്ലാ നിയോഗങ്ങളും വെട്ടി തീയിലെറിയപ്പെടും. അതാണ് ഈശോ എൻ്റെ പിതാവ് നടാത്ത എല്ലാ വൃക്ഷങ്ങളും വെട്ടി ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 15:13 അവൻ മറുപടി പറഞ്ഞു, എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. ഇപ്പൊ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ, നിഷ്കളങ്കമല്ലാത്ത നിയോഗങ്ങൾ നശിപ്പിക്കപ്പെടും. അപ്പോഴും നിയോഗങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിഷയം. അതെല്ലാം കുറച്ച് പ്രാർത്ഥിച്ച് വേണം. പ്രാർത്ഥിച്ചും ആലോചിച്ചും ദൈവദർശനം നിരക്കുന്നതാണെന്ന് നോക്കണം. നിങ്ങളുടെ ആപത്തിൽപ്പെട്ടെന്ന് വിചാരിച്ചോ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ ഈ ജിയോസാൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണമെന്നറിയാമോ? ജിയോസാൻ്റെ വക്കീൽമാർ തന്നെ അയാളുടെ രഹസ്യം ചോർത്തി മറുപക്ഷത്ത് കൊടുത്ത്. അപ്പം അങ്ങനെ കെട്ടിലായിപ്പോയി. ഇങ്ങനെ ഡിഫെൻഡിങ് പോയിൻ്റ് എല്ലാം പോയി.
അപ്പോൾ വന്ന് എന്ത് ചെയ്ത് അമ്മയോട് വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു, അവർ ചോർത്തി എല്ലാം നൽകി, അമ്മേ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ഞാൻ അകത്ത് പോകുമെന്ന് പറഞ്ഞു. ഇയാൾ പറന്ന് അവിടെ എത്തണമെമ്പോൾ തന്നെ ആ വക്കീലന്മാരാകുമ്പോൾ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. പെട്ടെന്നാണ് ആക്ഷനെ സംഭവം, അത്രയും സ്പീഡാണ്. ഇയാൾ ഉടമ്പടി ചെയ്ത് അവിടെ എത്തണമെമ്പോൾ തന്നെ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഉടമ്പടി നമ്മൾ ഒരു ഗവേഷണ ബുദ്ധിയെ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ സഡൻ ആക്ഷൻ. ഈ വക്കീൽമാരൻ 3 പേരെ അമ്മ ഒറ്റടിക്ക് ഡിസ്മിസ് ചെയ്യാൻ കാര്യം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ജിയോന് അമ്മയ്ക്ക് വിശ്വാസമാണ്. അതാണ് മെയിൻ വിഷയം. ജിയോ ഈ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോയാൽ ദൈവത്തിന് ഇങ്ങോട്ടേ തരാൻ പറ്റത്തുള്ളൂ. ഈ കൊമേഴ്സ് അവസാനിക്കുമ്പോഴും ജിയോക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടല്ലേ കൊടുക്കുന്നത്, ദൈവത്തിന് ഇങ്ങോട്ട് തരാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഈ മനുഷ്യൻ ദൈവദൃശ്യനെ വ്യാപരിക്കുന്നത്. അതാണ് തൻ്റെ മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കാൻ. അപ്പം ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ളവരെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളവരെല്ലാവരും ഈ ബ്ലാക്സ് കാപ്പിരികൾ. അപ്പോൾ 100-200 കാപ്പിരികളുടെ കുടുംബങ്ങളിൽ ഇയാൾ കയറി ഇറങ്ങുകയാണ് കൃപാസനം പത്രം കൊടുക്കാൻ. ഇംഗ്ലീഷിൽ, അവർക്ക് ഇംഗ്ലീഷാണ് ആ വർക്ക് ചെയ്യണ ഇയാൾ ആരാണ്? ഇവിടുത്തെ ഒരു നമ്മുടെ കളക്ടറിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വരെ എന്തൊരു ഹെഡ് വെയ്റ്റാണ്. ഇത് സ്റ്റേറ്റിൻ്റെ അക്കൗണ്ട് ജനറലാണ്. ആ സ്റ്റേറ്റിൻ്റെ അക്കൗണ്ട് ജനറലാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ഇന്നലെ ഒരു പോലീസുകാരൻ ഇവിടെ വന്നു, അദ്ദേഹത്തിന് ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ട്, എന്നെ പ്രൈവറ്റായിട്ട് കാണണം. അതാണ് പോലീസുകാരുടെ ഒരു അവസ്ഥ. കർത്താവിനെ പബ്ലിക്കായിട്ട് പ്രഘോഷിക്കാൻ പലർക്കും റിസർവ്ഡാണ്. അതുകൊണ്ട് വലിയ നിസ്സാര കാര്യമില്ല, അത് ഭയങ്കര ഡേഞ്ചറസാണ്, ഭയങ്കര ഡേഞ്ചറസാണത്. അതായത് നമ്മളെപ്പോഴും ദൈവദൃസന്നിധി നമ്മൾക്ക് ഒരു ടോക്കൺ കിട്ടണത് എപ്പോഴും ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള പ്രയോജനം പോലെയാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്നതനുസരിച്ചാണ്. സുവിശേഷം ജീവിക്കുകയും സുവിശേഷം ആകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ മൂല്യം വർദ്ധിച്ചു വരണത്. അതിൻ്റെ അകത്ത് ഈ മനുഷ്യൻ എന്നിട്ട് ഇവരെല്ലാം കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരിക്കുകയാണ്. ഈ ബ്ലാക്സിനെയൊക്കെ കൊണ്ടെല്ലാം അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അങ്ങേർക്കൊരു സങ്കടം. കാര്യം അയാളോട് പറയും, അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ കൂടണമെന്ന് പറയും. അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം കൂടണം. അപ്പോൾ അവർക്ക് ഈ മലയാളത്തിലുള്ള ധ്യാനം അവർക്ക് ബ്ലാക്സിന് അറിയത്തില്ലല്ലോ. അവിടെ എന്ത് ചെയ്യും, ബ്ലാക്സിന് വേണ്ടി എൻ്റെ ധ്യാനം മുഴുവനും പുള്ളി എൻ്റെ വചനങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് അത് 200 പേർക്ക് ഓൺലൈനിൽ സെൻഡ് ചെയ്യും. ആ വിശേഷ വരെ ചെയ്യണതാണ്. ഇങ്ങനെയാണ് ആൾക്കാർ വളരണത്. അല്ലാതെ ആട് പ്രസവിക്കണം, വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടേച്ച് വീട്ടിൽ പോയി തിരികെ മാതാവ് വരുന്നുണ്ടെന്ന് നോക്കൊണ്ടിരിക്കും. ഒരു പണി ചെയ്യത്തില്ല. അപ്പോഴുള്ള നോട്ട് മാതാവാകുന്നുണ്ടെന്ന് നോക്കും. ഇതൊന്നും ജോസഫച്ചൻ അംഗീകരിക്കണം, നിങ്ങൾക്കറിയാമല്ലോ. പറയാനൊക്കെ അനുവദിക്കണം. നിങ്ങളിവിടെ പറയാൻ അനുവദിക്കണ കാര്യമൊക്കെ ഞാൻ അംഗീകരിക്കണം നിങ്ങൾ ധരിക്കരുത്. ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. എൻ്റെ പേര് അമ്മിണി തോമസ് എന്നാണ്. ഞാൻ വരുന്നത് ഗോവയിൽ നിന്നാണ്. ഞാൻ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വാസ്കോ എന്ന ദേവാലയത്തിലെ അംഗമാണ്. ഇവിടെ നാട്ടിൽ മാവേലിക്കര പത്തിച്ചിറ കത്തീഡ്രൽ പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. അവിടെ നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനാണ്. ഞാനിവിടേക്ക് വരുമ്പോൾ ഞാൻ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രമാത്രം ഞാൻ ഭാരമേറിയതായിരുന്നു. എൻ്റെ ശരീരം ചൂടുകൊണ്ട് പൊള്ളുക, മനസ്സ് കത്തി ജ്വലിക്കുക. എനിക്ക് കഴിയില്ല, റോഡിലൂടെ നടക്കാൻ എനിക്ക് കഴിയില്ല.
തീയിലോ വെള്ളത്തിലോ അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. റോഡിലൂടെ പോയാൽ വാഹനത്തിൻ്റെ കീഴിൽ അകപ്പെട്ടു പോകുമോ എന്നൊരു ഭയം. എനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, വീടിനകത്ത് നടക്കാൻ കഴിയില്ല. മാനസിക വിഭ്രാന്തിയാണോ മാനസിക പ്രയാസമായിരുന്നോ എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അങ്ങനെ എൻ്റെ സഹോദരിയെ ഞാൻ ഗോവയിൽ നിന്ന് വിളിച്ച് നാട്ടിലോട്ട് അറിയിച്ചു. ആ സമയത്ത് അവർ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു വന്നാട്ടെ, നാട്ടിലോട്ട് വന്നാട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വന്നിട്ടിപ്പോൾ 15 ദിവസമേ ഗോവയിലോട്ടായിട്ടുള്ളൂ, പിന്നെ ഇപ്പോൾ ഉടനെ തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാനൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാനുള്ള അമ്മ മാതാവ് എന്നെ ഇവിടെ വിളിക്കുന്നു. കാരണം ഞാൻ അത്രമാത്രം അവശതയിലായിരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും തന്നെ അറിയില്ല, എൻ്റെ ഭർത്താവിനറിയില്ല, എൻ്റെ മക്കൾക്കും എൻ്റെ അവസ്ഥ എന്താ എന്നറിയില്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവിനറിയാമായിരുന്നു. ആ അമ്മ മാതാവ് എന്നെ ഇവിടേക്ക് വിളിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഗോവയിൽ നിന്ന് വന്നു. എൻ്റെ സഹോദരിയും ഭർത്താവും കൂടി ഈ ആലയത്തിൽ എന്നെ കൊണ്ടുവന്നു. അവിടെ ബസ് ഇറങ്ങി ഈ മണ്ണിലേക്ക് എൻ്റെ കാല് വെച്ചപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുന്നേ ഭ്രാന്തായിരുന്നോ എനിക്കറിയില്ല, ആ ഭ്രാന്ത് എനിക്ക് മാറ്റിത്തന്നു. എൻ്റെ അമ്മ മാതാവ് അത് അങ്ങെടുത്ത് തന്നു. അപ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഓടി വന്ന് അവിടെ വെച്ചിരിക്കുന്ന അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മ അറിഞ്ഞു എൻ്റെ രോഗം എന്താണെന്നും. അമ്മ അവിടെ വെച്ച് തന്നെ എന്നെ സൗഖ്യപ്പെടുത്തി. ഞാൻ പൂർണ്ണ സൗഖ്യമായി. ഇവിടെ വന്ന് ആരാധനയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഭയങ്കര ശക്തിയോടുകൂടി എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സൗഖ്യമായിരിക്കുന്നു എന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഞാൻ കടന്നു. ഈ മണ്ണിൽ കാല് വെക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ആ അസുഖം വീണ്ടും അമ്മ മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഒരു നിമിഷത്തേക്കല്ല, ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല, എൻ്റെ ജീവിതാന്ത്യം വരെയും എനിക്ക് ഈ സൗഖ്യം തരണമേ അമ്മേ. എന്നെ ഇനിയും വേദനിപ്പിക്കല്ലേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മേ, എനിക്ക് എല്ലാവരും കൈവിട്ടിരിക്കുന്നു, ഭർത്താവ് എന്നോട് അകന്ന് നിൽക്കുന്നു, കൂടെ ഉണ്ടെങ്കിലും അകന്ന് നിൽക്കുന്ന എൻ്റെ വിഷമമോ പ്രയാസമോ കേൾക്കാനില്ല, മക്കളാരും കേൾക്കുന്നില്ല. ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, ആരുമില്ലാത്ത സമയത്ത് ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. അതായിരിക്കും ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ ബന്ധുക്കളെയും ഭർത്താവിനെയും എല്ലാവരെയും എന്നിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ പ്രവർത്തനത്തിലാണ് ഇന്ന് ഞാൻ നിലനിൽക്കുന്നത്. ഇന്ന് 3.5 വർഷമായി. 2022 ഫെബ്രുവരി 22 ഏപ്രിൽ മാസം 22 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന്. അത് അച്ഛൻ പറയുന്നുണ്ട്, വെളുപ്പിനെ 5:30 നീലത്തിരി തെളിയിക്കണമെന്ന് പറയുന്നു. അപ്പം ഞാൻ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രം ധരിച്ച് വളരെ ക്ലീനായിട്ട് വേണം ഈ നീലത്തിരി തെളിയിക്കാൻ എന്ന് പറഞ്ഞു. എനിക്ക് പ്രഭാതത്തിൽ സ്നാനം പറ്റുകയില്ല, ഞാൻ കുളിക്കണമെങ്കിൽ ഉച്ച കഴിയണം എനിക്ക് കുളിക്കണമെങ്കിൽ. പക്ഷേ അത് 4:45 ഞാൻ അലാറം വെച്ചിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഞാൻ കുളിച്ചു. ഒരു ദിവസം കുളിച്ച് നോക്കിയപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, സുഖമായിരിക്കുന്നു. അത് ഈ 3.5 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വയ്യായെങ്കിൽ പോലും ഞാൻ കുളിച്ചിട്ട് മാത്രമേ എൻ്റെ നീലത്തിരി, ഉടമ്പടിയുടെ നീലത്തിരി ഞാൻ കത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 4:45 4:40 അലാറം അടിക്കുന്ന ഒരു ദിവസം എൻ്റെ മൊബൈൽ ബന്ധായിപ്പോയി. അമ്മ മാതാവിനെ വിളിച്ചുണർത്തിയ ആ സമയമായപ്പോൾ എണീറ്റ് ഞാൻ കുളിച്ച് ഉടമ്പടി തിരി എത്തിച്ചു. 2-ാമത്തെ ദിവസം അലാറം അടിച്ച് 4:40 അലാറം അടിച്ചപ്പോഴും ഞാൻ വീണ്ടും കിടന്നു. ഒന്നുകൂടെ കണ്ണടച്ചപ്പം അമ്മ എന്നെ വിളിച്ചില്ല. അമ്മ എന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ 5 മണിയായി. ഇനി എപ്പം ഞാൻ കുളിക്കും, പ്രാഥമിക കർമ്മമെല്ലാം നടത്തും എന്ന് വിചാരിച്ചു പെട്ടെന്ന് 5:30 മുമ്പേ ആ നീലത്തിരി തെളിച്ച്. അത് ഇന്ന് വരെയും എനിക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. എനിക്കത് അങ്ങ് ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ. അതൊരു വലിയൊരു ശക്തിയാണ്. വലിയൊരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്.
അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വീട്ടിൽ പോയി. പിന്നെ പിറ്റേ ദിവസം മുതൽ പ്രഭാതത്തിൽ സ്നാനം നടത്തുന്നു, തിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിന്നെ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നത്, എനിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. മീൻ കഴിക്കാനൊക്കത്തില്ല, ഇറച്ചി കഴിക്കാനൊക്കത്തില്ല, മുട്ട കഴിക്കാനൊക്കത്തില്ല, വെജിറ്റബിൾ ചിലതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ ശരീരം ചുമക്കുക, അവിടെ മാന്തി പൊളിച്ച് വെക്കുക. അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് കറുത്ത പാടുകളാവുക. അങ്ങനെ ഭക്ഷണം എല്ലാം അങ്ങ് ഉപേക്ഷിക്കുക, കഴിക്കാൻ വയ്യാത്ത അവസ്ഥയായി. പക്ഷേ അമ്മയുടെ ഒറ്റ തുള്ളി ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കയ്യിൽ ഇറ്റിച്ചിട്ട് ഞാൻ 2 കൈ കൊണ്ടും തൂത്തെൻ്റെ കയ്യിലും കാലിലും എല്ലാം പുരട്ടി കഴിഞ്ഞപ്പോൾ അത് എപ്പോഴാണ് മാറിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കറുത്ത പാടായിട്ട് നിന്നതൊന്നുപോലും എനിക്ക് പാട് കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാക്കി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം എനിക്ക് എൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നു. പിന്നെ ഉടമ്പടിയിൽ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കാനും, അത് നിത്യത വരേക്കും വേണ്ടിയിട്ട് അമ്മ മാതാവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാകുന്നു എന്നുള്ളത് അമ്മ മാതാവ് എനിക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ചൊവ്വാഴ്ചയും എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ധ്യാന പ്രാർത്ഥനയിൽ അടുക്കളയിൽ ഉച്ചക്കലത്തെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ മൊബൈൽ യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും, ധ്യാന പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും, ചിലപ്പോൾ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അതവിടെ വെച്ചിട്ട് കൈ കഴുകിയിട്ട് ഓടി വന്ന് രോഗമുള്ള സ്ഥലത്തെ എനിക്ക് രോഗമില്ലാത്ത ആണെങ്കിൽ തന്നെ അച്ഛൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമയം ഞാൻ 2 കൈകളും വിരിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മേ നിലവിളിച്ചുകൊണ്ട്, അമ്മേ ഇന്നാർക്ക് ആ അച്ഛൻ പറയുന്ന രോഗമുണ്ട്, അതമ്മ മാറ്റിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. അതിനുള്ള ഒരു കൃപ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അവരുടെ രോഗമെന്ന് പറയുന്ന സമയത്ത് ഓടിച്ചെന്ന് അമ്മയുടെ തൈലവും ഉപ്പും എടുത്ത് അവർക്ക് കൊണ്ടൊന്ന് പുരട്ടി കൊടുക്കുവാനും ഉപ്പ് കൊടുക്കുവാനും എനിക്ക് ഒരനുഗ്രഹം അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നു, ഇതും ഒരമ്മ മാതാവാ എന്ന് പറഞ്ഞും കൊണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് മാതാവ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്, മാതാവേ ഞാൻ പറയുന്നുണ്ട്, മാതാവേ എനിക്ക് എന്തോ അർഹതയുണ്ട്, എനിക്കൊരർഹതയുമില്ല അമ്മ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ, മഹാഭാവിയായ എന്നെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കാൻ എന്നിൽ എന്ത് നന്മയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ എടുക്കുമ്പോൾ, ഫേസ്ബുക്ക് തുറക്കും, വാട്സപ്പ് നോക്കും, ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ശരീരം ചൂട് പിടിക്കുക, തല മരവിക്കുക, തലയങ്ങ് ചൂട് പിടിക്കുക, വല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോഴെൻ്റെ ഓർമ്മ കിട്ടും, അയ്യോ ഇത് മൊബൈൽ നോക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ നോക്കിയത് കൊണ്ടായിരിക്കും എനിക്ക് ഈ അസ്വസ്ഥത. പെട്ടെന്ന് തന്നെ ആ ഫേസ്ബുക്ക് മാറ്റിയിട്ട് ഞാൻ യൂട്യൂബ് എടുക്കും, അച്ഛൻ്റെ പ്രസംഗം ധ്യാനപ്രസംഗം ഇടും, അതെടുത്ത് ഒരു സൈഡിൽ വെച്ചും കൊണ്ട് കേട്ടും കൊണ്ട് വീട്ടിൽ ബാക്കി ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കുണ്ണാൻ വരുമ്പോഴത്തേക്ക് അത് ഏകദേശം തീരും. പിന്നീട് അച്ഛൻ്റെ പ്രാർത്ഥനയിലായിരിക്കും. അത് എൻ്റെ 2 കൈകളും വിരിച്ചുകൊണ്ട് അമ്മയെ മാതാവിനെ വിളിച്ച് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് ആ സമയത്തെ ആ ദൈവ അനുഗ്രഹം, ആ അഭിഷേകം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു രോഗസൗഖ്യം, എൻ്റെ വലതുവശത്തെ കിഡ്നി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞു വലത്തെ കിഡ്നിയിലൊരു സിസ്റ്റമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് തിരിച്ച് ഗോവയിൽ പോയി കഴിഞ്ഞ് അവിടെ ഇവിടുന്ന് കിട്ടിയ പിന്നെ പത്രമെല്ലാം ഞാൻ അവിടെ മെഡിക്കൽ കോളേജിലും അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എല്ലാം ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോകും, കൊങ്കണി പത്രം കൊണ്ടുപോകും, കന്നഡ പത്രം കൊണ്ടുപോകും.
അങ്ങനെ അവിടെ എല്ലാവർക്കും കൊടുക്കും. അവിടുത്തെ നേഴ്സുണ്ട്, ഒരു ആർ സി ലേഡിയുണ്ട്. ആ ലേഡി വന്നിട്ട് എന്നോട് പറയും, വന്നോ, പത്രം കൊണ്ടുവന്നോ, ഉപ്പ് കൊണ്ടുവന്നോ, ഞങ്ങൾക്കുള്ളത് ഇങ്ങ് തന്നാട്ട് എന്ന് പറയും. അങ്ങനെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കും. പക്ഷേ ഞാൻ കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് ഞാൻ പറയും, മാതാവേ എനിക്ക് കൂടുതൽ നടക്കാൻ വയ്യ, അമ്മ മാതാവ് എനിക്ക് വേണ്ടിയിട്ടുള്ള ആളിനെ, ഈ പത്രം കൊടുക്കാനുള്ള ആളിനെ അമ്മ മാതാവ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരണമെന്ന് പറയും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചില ഡോക്ടർമാർക്കും ഒക്കെ കൊടുത്തേച്ച് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. നക്ഷത്രം പോലെ ഈ ലേഡി ഒരു നേഴ്സ് സ്റ്റാഫാണ് അവിടുത്തെ. അവർ വന്ന് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. മാതാവേ, ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, അമ്മ മാതാവ് എനിക്ക് ആളിനെ കൊണ്ടു തരണം, ഞാൻ ഇത് വാങ്ങിക്കാൻ തക്ക ആൾ, ഇത് വായിക്കാൻ തക്ക ആളിനെ അമ്മ മാതാവ് എനിക്ക് കൊണ്ടു തരണമെന്ന് പറഞ്ഞു. അതും അമ്മ മാതാവ് കൊണ്ടു തന്നു. അതുപോലെ അവിടെ നോക്കിയപ്പോഴാണ് സിസ്റ്റ് ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു, കിഡ്നിക്ക് സുഖമില്ലാത്ത സിസ്റ്റുള്ള ഒരാളെ സൗഖ്യമാക്കുന്നു എന്ന് ജോസഫ് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കിഡ്നിയിലേക്ക് എൻ്റെ ഒരു തുള്ളി തൈലം എടുത്ത് പുരട്ടിയിട്ട് എൻ്റെ വിരലെടുത്ത് ആ സ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ ഗോവ മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നു, ആ സിസ്റ്റ് അവിടെ ഇല്ല, അത് കാണാനില്ല. എന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എടുത്ത് അവരെ കാണിച്ചിട്ട് പറഞ്ഞു, ഉണ്ടെന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഇപ്പം അതില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയിൽ പോകുന്നുണ്ട്, അതൊരു മാതാവിൻ്റെ പള്ളിയാണ് എന്ന് ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു. അങ്ങനെ മാറിയതാണ് എന്ന് പറഞ്ഞു. അതുപോലെ കാരുണ്യപ്രവർത്തികൾ ഞാനിവിടുന്ന് പത്രം കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലും ഇവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലായിടത്തുമായിട്ട് ഞാൻ കൊടുക്കും. അവരോട് ചിരിച്ചുകൊണ്ട് അപ്പം അവർ ചോദിക്കും, എന്തെങ്കിലും ഇത് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ്, എനിക്ക് പറയാൻ കൂടിയാണെന്ന് പറയും. ചിലർ കേൾക്കും, ചിലർ കേൾക്കാതിരിക്കും. പത്രം കൊടുത്തിട്ട് പോരും, പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നത്, എനിക്ക് ഗോവ ഗവൺമെൻറ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ ഗവൺമെൻറ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ എനിക്ക് മാസം അവർ തരുന്നുണ്ട്, ഹൗസ് വൈഫ് എന്നും പറഞ്ഞ്. ഇവിടെ അത് 60 വയസ്സ് തികയുന്നിടത്ത് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അത് ഞാൻ ബാങ്കിൽ പോയി എടുത്തുകൊണ്ട് വരുമ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ ഞാൻ അവർക്ക് അതിൻ്റെ വീതം കൊടുക്കാതെ ഞാൻ കൊണ്ടുപോരത്തില്ല. വിശക്കുന്നവരോ ദാഹിക്കുന്നവരോ അല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനത് കൊടുത്തിട്ടാണ് പോകുന്നത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു മനുഷ്യൻ, സുബോധമില്ലാത്ത ഒരു മനുഷ്യനായിരിക്കും, ആ മനുഷ്യനെ കണ്ടു. ഞാൻ വിചാരിച്ചു, ഞാൻ പോയി പൈസ എടുത്തേച്ച് തിരിച്ചു വരുമ്പോഴും ആ വ്യക്തിയെ കാണണേ, എനിക്ക് അവരുടെ പുറകെ ഓടിപ്പോകാൻ എനിക്ക് ആവതില്ല, കാണണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പൈസ എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു വന്നപ്പോഴും ആ ആളെ വേറൊരു സ്ഥലത്ത് വെച്ച് എനിക്ക് അന്നേരം തന്നെ കാണാൻ പറ്റി. ആളിൻ്റെ കയ്യിൽ ചെരുപ്പ് മേടിച്ചോ, എനിക്ക് ഇനിയും പോയി ചെരുപ്പ് കടയിൽ പോയി, അതിൻ്റെ കാലിൽ ചെരുപ്പില്ല. ചുട്ടുപൊള്ളുന്ന ടാറിട്ട റോഡിൽ കൂടി അദ്ദേഹം നടക്കുന്ന കണ്ടപ്പോൾ എൻ്റെ യേശു, ചമ്മട്ടി കൊണ്ടടിച്ചതും വിലാപ്പുറത്ത് കുത്തിയതും കൈകാലുകൾ കുത്തിയിളക്കിയതും എല്ലാം എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ കാല് പൊള്ളുന്നുണ്ടല്ലോ എന്നെനിക്ക് ഓർമ്മ വന്നു. ഞാൻ അദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ കാലിന് യോജിച്ച 2 ചെരുപ്പ് വാങ്ങിച്ചിട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശ് കൊടുത്തു. അങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്ന, എനിക്ക് മാറ്റി വെക്കാൻ 50 രൂപയുണ്ടെങ്കിൽ പോലും ഞാൻ അതെടുത്ത് വേറൊരാൾ എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന ആളിനെ ഞാനത് കൊടുത്തിരിക്കുമെന്നുള്ളത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങളൊക്കെയും എനിക്ക് നൽകുന്നുണ്ട്. ഇത് നന്ദി പറയുന്നു. 100,000 നന്ദി. അമ്മ എന്നെ ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ അമ്മ മാതാവ് എന്നെ അനുവദിച്ചതിന് നന്ദി പറയുന്നു.